ഹായ് ഓൾ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എൻ്റർപ്രൈസസ് വാല്യൂ എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിനെ പറ്റിയാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളവർ, അതുപോലെ തന്നെ നിക്ഷേപം നടത്താനായിട്ട് ആഗ്രഹിക്കുന്നവർ, ട്രേഡ് ചെയ്യപ്പെടുന്നവർ തീർച്ചയായും കാണേണ്ട അല്ലെങ്കിൽ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു വാല്യൂ ആണ് എൻ്റർപ്രൈസസ് വാല്യൂ. ഇതിനെ നമുക്കൊരു റേഷ്യോ ആയിട്ട് കണക്കാക്കാം. കാരണം ഇത് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ കറന്റ് മാർക്കറ്റ് പ്രൈസ് ഓവർ വാല്യൂഡ് ആണോ അല്ലെങ്കിൽ അണ്ടർ വാല്യൂഡ് ആണോ എന്ന് നമുക്ക് ഈ വാല്യൂ ഉപയോഗിച്ച് അല്ലെങ്കിൽ എൻ്റർപ്രൈസസ് വാല്യൂ ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ വാല്യൂ എൻ്റർപ്രൈസസ് വാല്യൂ ഉപയോഗിച്ച് നമുക്ക് കമ്പനിയുടെ സെയിൽസുമായിട്ടുള്ള ഒരു കമ്പാരിസൺ നടത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എൻ്റർപ്രൈസസ് വാല്യൂവും ഏണിങ്ങും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നടത്താനായിട്ട് നമുക്ക് സാധിക്കും. എൻ്റർപ്രൈസസ് വാല്യൂ എന്ന് പറയുന്നത് കമ്പനിയുടെ യഥാർത്ഥ മൂല്യം എത്രയാണ് എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ് എൻ്റർപ്രൈസസ് വാല്യൂ. അതുകൊണ്ട് നിങ്ങൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളവരാണെങ്കിൽ, നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണണം. നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് ഈ വീഡിയോ എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. നമുക്കിനി വീഡിയോയിലോട്ട് കിടക്കാം. എൻ്റർപ്രൈസസ് വാല്യൂ ഉപയോഗിച്ച് നമ്മളൊരു സ്റ്റോക്കിനെ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന കുറച്ച് ഗുണങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ ബെറ്ററായിട്ട് പി ഇ റേഷ്യോ വെച്ച് അതിൻ്റെ സ്റ്റോക്ക് വാല്യുവേഷൻ നമ്മൾ മനസ്സിലാക്കുമ്പോഴത്തേക്ക് അതിനേക്കാൾ കൂടുതൽ ബെറ്ററായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പി ഇ റേഷ്യോ കൂടുതലും കറണ്ട് മാർക്കറ്റ് പ്രൈസും EPSും തമ്മിലുള്ള ഒരു കാൽക്കുലേഷനാണ് പി ഇ റേഷ്യോ എങ്കിൽ, എൻ്റർപ്രൈസസ് വാല്യൂ എന്ന് പറയുന്നത് കമ്പനിയുടെ ക്യാഷ് ആൻഡ് ക്യാഷ് ബാലൻസും അതുപോലെ തന്നെ കമ്പനിയുടെ ഡെബിറ്റും ബന്ധപ്പെടുത്തി ഒരു കാൽക്കുലേഷനിലൂടെയാണ് നമുക്ക് എൻ്റർപ്രൈസസ് വാല്യൂ കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും എൻ്റർപ്രൈസസ് വാല്യൂ മനസ്സിലാക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ, അല്ലെങ്കിൽ ആ കമ്പനിയുടെ വാല്യുവേഷൻ കൂടുതൽ അടുത്തറിയാൻ സാധിക്കുന്നത് എൻ്റർപ്രൈസസ് വാല്യൂ അറിഞ്ഞാൽ മാത്രമായിരിക്കും. ഞാനൊരു ഉദാഹരണം വഴി നമുക്കിത് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. എ ആൻഡ് ബി എന്ന് പറയുന്ന കമ്പനി രണ്ടും ഒരേ മാർക്കറ്റ് ക്യാപ്പ് 60 കോടി രൂപ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള കമ്പനിയാണ്. അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന കമ്പനിക്ക് 30 കോടി രൂപ കടമുണ്ട്. എ എന്ന് പറയുന്ന കമ്പനിക്ക് കടമൊന്നുമില്ല. എ എന്ന് പറയുന്ന കമ്പനിക്ക് ക്യാഷ് ബാലൻസ്, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലന്റ് 20 കോടി രൂപ ഉണ്ടെന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന കമ്പനിക്ക് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലന്റ് ഒന്നുമില്ല എന്ന് കരുതുക. തീർച്ചയായിട്ടും ഈ രണ്ട് കമ്പനിക്കും ഒരേ മാർക്കറ്റ് ക്യാപ്പും ഒരേ കറണ്ട് മാർക്കറ്റ് പ്രൈസുമാണ് എങ്കിൽ പി ഇ റേഷ്യോ തുല്യമായിട്ടായിരിക്കും കാണിക്കുന്നത്. പി ഇ റേഷ്യോ ഒരു ലെവലിലായിരിക്കും കാണിക്കുന്നത്. നമുക്ക് തീർച്ചയായിട്ടും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഏത് കമ്പനിയാണ് വാല്യുവേഷൻ കുറവ്, അല്ലെ ഏത് കമ്പനി നമ്മൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് നമുക്ക് തീർച്ചയായിട്ടും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതേസമയം നമ്മൾ എൻ്റർപ്രൈസസ് വാല്യൂ നോക്കുകയാണെങ്കിൽ ക്യാഷ് ആൻഡ് ക്യാഷ് ബാലൻസും അതുപോലെ തന്നെ ഡെബിറ്റ് ഇല്ലാത്ത എ എന്ന് പറയുന്ന കമ്പനി ഡെബിറ്റ് ഇല്ലാത്തത് കൊണ്ടും കമ്പനിയുടെ കയ്യിൽ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലന്റ് ഉള്ളത് കൊണ്ടും എ എന്ന് പറയുന്ന കമ്പനി ആയിരിക്കും എൻ്റർപ്രൈസസ് വാല്യൂ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതൽ നല്ല വാല്യുവേഷൻ ഉള്ള കമ്പനി എന്ന് തോന്നുക. അപ്പോൾ നമ്മൾ എൻ്റർപ്രൈസസ് വാല്യൂ ഉപയോഗിച്ച് സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എ എന്ന് പറയുന്ന കമ്പനി സെലക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതേസമയം പി ബാർ ഇ റേഷ്യോ ഉപയോഗിച്ച് നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകാം. നമ്മൾ സെലക്ട് ചെയ്യുന്ന കമ്പനി സപ്പോസ് ബി ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഇതാണ് എൻ്റർപ്രൈസസ് വാല്യൂവിൻ്റെ ഒരു മെച്ചം, അല്ലെ ഒരു നേട്ടമായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞത്. നമുക്ക് നിങ്ങൾ എൻ്റർപ്രൈസസ് വാല്യൂ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നമുക്കിനി എൻ്റർപ്രൈസസ് വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്ന് നോക്കാം. എൻ്റർപ്രൈസസ് വാല്യൂ മാർക്കറ്റ് ക്യാപ്പും ഡെബിറ്റും കൂട്ടിയതിന് ശേഷം അതിനെ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലന്റ് കുറയ്ക്കുമ്പോഴത്തേക്ക് കിട്ടുന്ന വാല്യൂ ആണ് എൻ്റർപ്രൈസസ് വാല്യൂ. ടോട്ടൽ ഡെബിറ്റ് ആണ് നമ്മൾ കൂട്ടേണ്ടത്. ടോട്ടൽ ഡെബിറ്റ് എന്ന് പറയുന്നത് ഷോർട്ട് ടൈം ബൊറോവിങ് പ്ലസ് ലോങ് ടൈം ബൊറോവിങ്, ഇത് രണ്ടോടെ കൂട്ടുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. അതാണ് ടോട്ടൽ ഡെബിറ്റ് എന്ന് പറയുന്നത്. ഈ വാല്യൂസ് എല്ലാം നമുക്ക് കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ നിന്നും കിട്ടുന്നതാണ്. ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് KAC ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റാണ്.
ആ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് 6213 കോടി രൂപയാണ്. അതിൻ്റെ കൂടെ നമ്മൾ നോൺ കറണ്ട് ലയബിലിറ്റിയിൽ നമുക്ക് ലോങ് ടൈം ബൊറോയിങ് കിട്ടും. അതുപോലെ തന്നെ കറണ്ട് ലയബിലിറ്റിയിൽ നമുക്ക് ഷോർട്ട് ടൈം ബൊറോയിങ് കിട്ടും. ഇത് രണ്ടും കൂടെ കൂട്ടുന്നതാണ് ടോട്ടൽ ഡെബിറ്റ്. ഇവിടെ ക്യാഷ് ആൻഡ് കറണ്ട് അസറ്റ് എന്ന് പറയുന്ന ടാബിൽ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലന്റ് എന്ന് പറയുന്ന ഒരു ഇതുണ്ടാവും. അതാണ് നമ്മൾ ടോട്ടൽ മാർക്കറ്റ് ക്യാപ് പ്ലസ് ടോട്ടൽ ഡെബിറ്റ് മൈനസ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലന്റ്. ഇവിടെ കറണ്ട് അസറ്റിൽ നിന്നും നമുക്ക് ഈ ഡാറ്റാസ് കളക്ട് ചെയ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്റർപ്രൈസസ് വാല്യൂ കിട്ടും. അതുപോലെ തന്നെ നമ്മളൊരു കമ്പനിയെ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് പ്രത്യേകം നമ്മൾ സെയിൽസുമായിട്ട് എന്റർപ്രൈസസ് വാല്യൂ കമ്പയർ ചെയ്യണം. അതുപോലെ തന്നെ ഏണിങ്ങുമായിട്ടും എന്റർപ്രൈസസ് വാല്യൂ ഏണിങ്ങും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നടത്തണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ കമ്പനിയുടെ വാല്യുവേഷൻ എക്സ്പെൻസീവ് ആണോ അല്ലെങ്കിൽ ചീപ്പാണോ എന്ന്, അല്ലെങ്കിൽ നമുക്ക് ഒരു ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു കമ്പനിയാണോ ഇല്ലയോ എന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സെയിൽസുമായിട്ട് കമ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും സെയിൽസ് എത്രയാണെന്ന് മനസ്സിലാക്കണം. ടോട്ടൽ സെയിൽസ് ആണ് ഇവിടെ 2017-18 കാലഘട്ടങ്ങളിലുണ്ടായ ടോട്ടൽ സെയിൽസ് ആണ് 9037 കോടി രൂപയുടെ സെയിൽസ് ഉണ്ടായി. ഇവിടെ നമ്മൾ എന്റർപ്രൈസസ് വാല്യൂ നമ്മൾ കണ്ടെത്തുക. എന്റർപ്രൈസസ് വാല്യൂ ഈ KEC ഇന്റർനാഷണൽ എന്ന് പറയുന്ന കമ്പനിയുടെ എന്റർപ്രൈസസ് വാല്യൂ എന്ന് പറയുന്നത് 7620 കോടി രൂപയാണ്. കമ്പനിയുടെ സെയിൽസ് എന്ന് പറയുന്നത് 9037 കോടി രൂപയാണ്. നമ്മളിവിടെ എന്റർപ്രൈസസ് വാല്യൂ സെയിൽസും തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക്, അതായത് 7620 കോടി രൂപ 9037 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 0.84 എന്ന് പറയുന്ന ഒരു റിസൾട്ടാണ് കിട്ടുന്നത്. ഇതിനെ നമ്മൾ 0.84 ടൈംസ് എന്നാണ് പറയുന്നത്. ഇത് എപ്പോഴും എന്റർപ്രൈസസ് വാല്യൂ ടു സെയിൽസ് ലോ ആണെങ്കിൽ നമ്മൾ അണ്ടർ വാല്യൂഡ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ ചീപ്പാണ് എന്ന് പറയുന്നു. എപ്പോഴും ഹൈ ആണെങ്കിൽ നമ്മൾ ഓവർ വാല്യൂഡ് എന്നാണ് പറയുന്നത്. 0.84 ടൈംസ് എന്ന് പറയുന്നത് വളരെ ലോ ആണ്. അതായത് നമുക്ക് 0.84, അതായത് ഏകദേശം ഒരു 6 ടൈംസിന് താഴെയാണ് എങ്കിൽ നമുക്ക് അണ്ടർ വാല്യൂഡ് ആണ് എന്ന് പറയാം. 6 ടൈംസിന് മുകളിലാണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കുറച്ച് കാര്യങ്ങളൂടെ പഠിക്കണം. ആ കമ്പനിയുടെ വാല്യുവേഷൻ നമ്മൾ എക്സ്പെൻസീവ് ആണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഈ ഒരു വാല്യൂ മാത്രം നോക്കിയിട്ട് നമ്മളൊരു കമ്പനി ഇപ്പോൾ 6 ടൈംസിന് മുകളിലാണ് എങ്കിൽ നമ്മൾ മറ്റുള്ള ഒരു കാര്യങ്ങളും ശ്രദ്ധിക്കാതിരുന്നിട്ട് ഈ കാര്യം മാത്രം ഡിപ്പെൻഡ് ചെയ്തിരുന്ന് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള കാര്യങ്ങളോട് നമ്മൾ കൂടുതൽ കമ്പനിയുടെ പ്രവർത്തനം എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം വേണം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാനായിട്ട്. അതുപോലെ തന്നെ 0.84 ടൈംസേ ഉള്ളൂ എന്ന് കരുതി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചാടിക്കയറി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും മറ്റുള്ള കാര്യങ്ങളൂടെ മനസ്സിലാക്കിയതിന് ശേഷം വേണം നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാനായിട്ട്. നമുക്ക് അടുത്തതായിട്ട് എബിറ്റ മൾട്ടിപ്പിൾ എങ്ങനെ കണ്ടെത്താം എന്ന് ഒന്ന് നോക്കാം. എബിറ്റ മൾട്ടിപ്പിൾ നമ്മൾ ധാരാളമായി TV ചാനലുകളിൽ കേൾക്കാം. റിസൾട്ടുകളൊക്കെ വരുമ്പോഴത്തേക്ക് എബിറ്റ മൾട്ടിപ്പിൾ ഇത്ര ടൈംസ് എന്നൊക്കെ പറയുന്നത് ധാരാളമായി കേൾക്കാം. പ്രത്യേകിച്ച് CNBC, ബ്ലൂംബർഗ്, അതുപോലെ തന്നെ ഈ എക്കണോമിക് ടൈംസ് എന്നീ ചാനലുകളിലാണ് ധാരാളമായി എബിറ്റ മൾട്ടിപ്പിൾ എന്നൊക്കെ ഞാൻ കേട്ടിരിക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എന്താണ് ഈ എബിറ്റ മൾട്ടിപ്പിൾ എന്ന്. പക്ഷേ അതിൻ്റെ എത്രത്തോളം ഉപകാരപ്രദമായ ഒരു സംഭവമാണ് എന്ന് ഇത് പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് വ്യക്തമായിട്ട് കേൾക്കാനായിട്ട് ശ്രമിക്കുക. എബിറ്റ എന്ന് പറയുന്നത് ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ്, ടാക്സ്, ഡിപ്രീഷിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എന്നാണ്. ഈ എബിറ്റ മൾട്ടിപ്പിൾ കണ്ടെത്തുന്നത് എന്റർപ്രൈസസ് വാല്യൂവിനെ എബിറ്റ വെച്ച് ഹരിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു വാല്യൂ കിട്ടും. അതാണ് എബിറ്റ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്. എബിറ്റ മൾട്ടിപ്പിൾ നമുക്ക് ധാരാളം ഉപയോഗങ്ങളുണ്ട് എബിറ്റ മൾട്ടിപ്പിൾ ഉപയോഗിച്ച്. കാരണം ഒരു കമ്പനി, നമ്മളൊരു ഇൻഡസ്ട്രീനെ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ പർട്ടിക്കുലർ ഇൻഡസ്ട്രിയിലുള്ള പിയർ ഗ്രൂപ്പ് കമ്പാരിസൺ നടത്തുമ്പോഴത്തേക്ക്, അതായത് ഒരേ ബിസിനസ് ചെയ്യുന്ന പല കമ്പനികളെ വെച്ച് കമ്പാരിസൺ നടത്തുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ആ പല കമ്പനികളുടെയും എബിറ്റയുമായിട്ട് കാൽക്കുലേഷൻ നടത്തി നമ്മളൊരു എബിറ്റ മൾട്ടിപ്പിൾ കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് ആ കമ്പനിയുമായിട്ടുള്ള കമ്പാരിസൺ വളരെ ഈസിലി ആയിട്ട് നമുക്കത് കമ്പാരിസൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ
നിങ്ങൾ ഫ്യൂച്ചറിൽ ഒരു കമ്പനിയെ, അതായത് ഇക്വിറ്റി മാർക്കറ്റിൽ നിന്നും വിട്ടിട്ട് നമ്മൾ ഫ്യൂച്ചറിൽ പുതിയൊരു കമ്പനി നമ്മൾ അക്വയർ ചെയ്യാനായിട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ആ കമ്പനിയുടെ റിയൽ വാല്യൂ, എന്റർപ്രൈസസ് വാല്യൂ അറിയാമെങ്കിൽ ആ കമ്പനിയുടെ റിയൽ വാല്യൂ അറിയാമെന്നാണ് അർത്ഥം. ആ റിയൽ വാല്യൂ അറിയാവുന്നത് കൊണ്ട് നമുക്ക് ഈസിലി അവരുമായിട്ട് നെഗോഷിയേഷൻ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ പറ്റിക്കപ്പെടാതെ നമുക്ക് നല്ല ഒരു ഫെയർ എമൗണ്ടിൽ തന്നെ നമുക്ക് ഏതൊരു കമ്പനിയോ ഏതൊരു സ്ഥാപനമോ നമുക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്, നമ്മൾ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ എന്റർപ്രൈസസ് വാല്യൂ അറിയാമെങ്കിൽ നമുക്ക് ആ കമ്പനി എത്രത്തോളം ഉയരും, അതായത് മാർക്കറ്റ് പ്രൈസ് എത്രത്തോളം ഉയരും എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏതൊരു കമ്പനിയുടെ ഫെയർ വാല്യൂ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഫെയർ വാല്യൂ നമുക്ക് കണ്ടെത്തിയാൽ, അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനിയിൽ ആ കമ്പനി ഒരു കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഫെയർ ആണ് എന്ന് നമുക്ക് തോന്നിയാൽ തന്നെ നമുക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കും. ഇനി എങ്ങനെയാണ് എബിറ്റ മൾട്ടിപ്പിൾ കാൽക്കുലേഷൻ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ KEC ഇന്റർനാഷണൽ എന്ന് പറയുന്ന കമ്പനിയുടെ എന്റർപ്രൈസസ് വാല്യൂ നമുക്കറിയാം 7620 കോടി രൂപയാണ്. ഇവിടെ എബിറ്റ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിൽ നിന്നാണ്. എപ്പോഴും എബിറ്റ എന്ന് പറയുന്നത് ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ്, ടാക്സ്, ഡിപ്രീഷിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എന്നാണ്. ഇവിടെ ഇൻട്രസ്റ്റ് ഞാൻ 279 കോടി രൂപ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിപ്രീഷിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ ഞാൻ ഇവിടെ 95 കോടി രൂപയോളം മാർക്ക് ചെയ്തിട്ടുണ്ട്. പ്രോഫിറ്റ് ബിഫോർ ടാക്സ്, അതായത് ടാക്സ് അടയ്ക്കുന്നതിന് മുമ്പുള്ള പ്രോഫിറ്റ് 641 കോടി രൂപയാണ്. ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ്, ടാക്സ് അടയ്ക്കുന്നതിന് മുമ്പുള്ള ബിഫോർ ടാക്സിനുള്ള ഒരു നമ്പറാണ് 641. ഇനി നമുക്ക് മിച്ചമുള്ളത് ഇൻട്രസ്റ്റും ഡിപ്രീഷിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ ആണ്. സോ ഈ പ്രോഫിറ്റ് ബിഫോർ ടാക്സിൻ്റെ കൂടെ ഡിപ്രീഷിയേഷനും അമോർട്ടൈസേഷനും കൂട്ടുമ്പോൾ എത്രയാണോ വാല്യൂ കിട്ടുന്നത് ആ വാല്യൂ ആണ് എബിറ്റ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് 1015 കോടി രൂപയോളമാണ് എബിറ്റ കിട്ടിയത്. ഇനി എന്റർപ്രൈസസ് വാല്യൂ 7620 1015 വെച്ച് ഹരിക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്താണോ കിട്ടുന്നത് അതാണ് എബിറ്റ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെ 7.5 ടൈംസ്, എബിറ്റയുടെ 7.5 ടൈംസിലാണ് എന്റർപ്രൈസസ് വാല്യൂ ഉള്ളത് എന്നാണ് ഇതിൻ്റെ അർത്ഥം. എപ്പോഴും 10ൽ താഴെയാണ് എങ്കിൽ ഒരു ഫെയർ വാല്യൂ എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. 10ന് മുകളിലാണെങ്കിൽ അത് ഓവർ വാല്യൂഡ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കേണ്ട എന്നല്ല, ബാക്കിയുള്ള കാര്യങ്ങളും ഇച്ചിരി ഡീപ്പായിട്ട് പഠിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു സിഗ്നൽ നമുക്ക് തരുന്നത്. അല്ല എന്റർപ്രൈസസ് വാല്യൂ മാത്രം കൊള്ളില്ല, അല്ല എന്റർപ്രൈസസ് വാല്യൂ മാത്രം ഓവർ വാല്യൂഡ് ആണ് എന്ന് കരുതി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനിൽ നിന്ന് മാറേണ്ട ആവശ്യമില്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാല്യൂ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു റേഷ്യോ ആണ്. അത് മനസ്സിലാക്കിയാൽ നമുക്ക് അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. നമ്മൾ ബാക്കിയുള്ള റേഷ്യോസും ബാക്കിയുള്ള ആനുവൽ റിപ്പോർട്ടുകളും ബാക്കിയുള്ള ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും ഒക്കെ പഠിച്ചതിന് ശേഷം വേണം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാനായിട്ട്. നിങ്ങൾക്ക് എന്റർപ്രൈസസ് വാല്യൂ എന്താണ്, അതിൻ്റെ ഗുണങ്ങൾ എന്താണ് എന്ന് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയും കാര്യം മനസ്സിലാക്കിയാൽ മാത്രം പോരാ, ഇതെങ്ങനെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുവേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയുകയാണ്. ആദ്യം നിങ്ങളൊരു ഇൻഡസ്ട്രീനെ സെലക്ട് ചെയ്യണം. ഇപ്പോൾ ഫാസ്റ്റ് മൂവിങ് ഗുഡ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ എന്താ പറയുക സ്റ്റീൽ സെക്ടർ ആണെങ്കിൽ, അല്ലെങ്കിൽ റീറ്റെയിൽ സെക്ടർ ആണെങ്കിൽ, അങ്ങനെ നിങ്ങളൊരു സെക്ടറിനെ സെലക്ട് ചെയ്യുക. ആ സെക്ടറിൽ ഒരേ തരത്തിൽ ബിസിനസ് ചെയ്യുന്ന, ഒരേ പ്രോഡക്റ്റ് ബിസിനസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരേ ജിയോഗ്രാഫിയിൽ ബിസിനസ് ചെയ്യുന്ന കമ്പനികളെ സെലക്ട് ചെയ്യുക. ആ കമ്പനികളുടെ ഒരു 3 to 5 ഇയേഴ്സിലുള്ള ഒരു ഫൈനാൻഷ്യൽ ഡേറ്റാസ് കളക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ എന്റർപ്രൈസസ് വാല്യൂ ടു സെയിൽസും എന്റർപ്രൈസസ് വാല്യൂ ടു എബിറ്റ ഏർണിങ്ങും അഥവാ എബിറ്റ മൾട്ടിപ്പിളും നമ്മൾ കണ്ടെത്തുക. കണ്ടെത്തിയതിന് ശേഷം ഈ 5 6 അല്ലെ ഒരു
10 കമ്പനികളെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 10 കമ്പനികളുടെ എന്റർപ്രൈസസ് വാല്യൂ ടു സെയിൽസ്, അതുപോലെ തന്നെ എബിറ്റ മൾട്ടിപ്പിൾ എത്രയാണെന്ന് കണ്ടെത്തി ഈ 10 കമ്പനികളും തമ്മിലുള്ള ഒരു കമ്പാരിസൺ 10 കമ്പനികളും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നമ്മൾ നടത്തുക. ആ 10 കമ്പനികളും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നമ്മൾ നടത്തുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാകും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കമ്പനി എത്രത്തോളം മികച്ചതായിരുന്നു അല്ലെങ്കിൽ എത്രത്തോളം മോശമായിരുന്നു എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ആ ഇൻഡസ്ട്രിയിൽ നല്ലൊരു ഇൻഡസ്ട്രി ആണെങ്കിൽ നിങ്ങൾ ആ 10 കമ്പനികളിൽ കമ്പാരിസൺ നടത്തുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കമ്പനി നല്ലതല്ലെങ്കിൽ കൂടിയും നിങ്ങൾക്ക് മറ്റൊരു നല്ല കമ്പനിയെ കിട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അങ്ങനെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് അതിൻ്റെ ആനുവൽ റിപ്പോർട്ട് വായിക്കണം, അവരുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്ന് വായിക്കണം, ക്യാഷ് എങ്ങനെയാണ് അവർ കൈകാര്യം ചെയ്യുന്നതെന്ന് വായിക്കണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് എന്ന് വായിക്കണം. ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് പറ്റിയുള്ളൊരു വീഡിയോ ആണ്. എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം വീഡിയോ ഇടണമെന്നാണ് എൻ്റെ ആഗ്രഹം. തീർച്ചയായിട്ടും അതിന് സാധിക്കുമെങ്കിൽ ഞാൻ എല്ലാ ആഴ്ചയിലും എല്ലാ വെള്ളിയാഴ്ചയും എനിക്കറിയാവുന്ന നോളജ് അല്ലെങ്കിൽ എനിക്കറിയാവുന്ന ചെറിയ ചെറിയ അറിവുകൾ നിങ്ങളുമായി സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയും ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റിയും എനിക്കറിയാവുന്ന ചെറിയ അറിവുകൾ നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം എബിറ്റ മൾട്ടിപ്പിൾ എന്താണെന്ന് നമ്മളിപ്പോൾ പഠിച്ചു. അതുപോലെ തന്നെ എങ്ങനെയാണ് എന്റർപ്രൈസസ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പഠിച്ചു. എന്റർപ്രൈസസ് വാല്യൂവും സെയിൽസും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നമുക്ക് എങ്ങനെ നടത്താമെന്ന് പഠിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റേഷ്യോസ് ആണ് പഠിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഇനി ഫ്യൂച്ചറിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിലെല്ലാം എന്റർപ്രൈസസ് വാല്യൂ കണ്ടെത്തിയതിന് ശേഷം നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് ശ്രമിക്കണം. അങ്ങനെ ശ്രമിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇത്രയും നേരവും എന്നെ കേട്ട നിങ്ങൾക്ക് ഒരുപാട് നന്ദി. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്.